മലയാള സിനിമ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആ വമ്പൻ ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും 10 ദിവസം മാത്രം. ഇപ്പോഴും ഓരോ ദിവസവും ത്രസിപ്പിക്കുന്ന അപ്ഡേറ്റുകളാണ് എമ്പുരാൻ ടീമിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയിലുണ്ടായ ചെറിയൊരു പ്രതിസന്ധിക്ക് ശേഷം ആരാധകർ വളരെ അത്യാവേശത്തോടെ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന പ്രഖ്യാപനങ്ങളും അപ്ഡേറ്റുകളുമാണ് L2വിന്റെ ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ ചർച്ചകൾ ചെയ്തിരുന്നുവെങ്കിലും ആ സമയമുണ്ടായിരുന്ന ചില അനിശ്ചിതത്വങ്ങൾ കാരണം പല OTT കമ്പനികളും പറഞ്ഞ തുകയിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തൃപ്തനല്ലായിരുന്നു. പക്ഷേ ഗോകുലം ഗോപാലൻ കൂടി ആശീർവാദിനൊപ്പം ചേർന്നതോടെ കളി മാറിയിരിക്കുകയാണ്. 40 കോടി എന്ന സർവകാല റെക്കോർഡിലാണ് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ് ഇപ്പോൾ പോയിരിക്കുന്നത്. മാത്രമല്ല ചിത്രത്തിന്റെ കേരളത്തിന്റെ പുറത്തേക്കുള്ള വിതരണാവകാശങ്ങൾ വമ്പൻ വിതരണ കമ്പനികളാണ് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ മോഹവിലയുമായി ആശീർവാദിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും OTT റൈറ്റ്സ് താൽക്കാലികമായി ആർക്കും കൊടുത്തിട്ടില്ല. ആശീർവാദ് ഫിലിംസ് റിലീസിന് ശേഷം മാത്രമേ അത് ആർക്ക് കൊടുക്കണമെന്നുള്ളത് ആന്റണി പെരുമ്പാവൂർ തീരുമാനിക്കുന്നുള്ളൂ എന്നാണ് ആശീർവാദ് സിനിമാസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന മാസ് തീരുമാനം. കാരണം അത്രയേറെ ആവേശത്തിലാണ് എമ്പുരാൻ ടീമും. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു സർപ്രൈസ് അനൗൺസ്മെന്റ് ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മാധ്യമങ്ങൾ വഴി ഷെയർ ചെയ്തിട്ടുമുണ്ട്. 20-ന് ലൂസിഫർ റീ റിലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം ലൂസിഫർ റീ റിലീസിനൊപ്പം എമ്പുരാന്റെ ഒഫീഷ്യൽ ട്രെയിലർ കൂടി എത്തുമെന്ന് നേരത്തെ തന്നെ അൺഒഫീഷ്യലായി വാർത്തകൾ വന്നിരുന്നു. ഒരുപക്ഷെ ആ ഒഫീഷ്യൽ ട്രെയിലറിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കാം വരാൻ പോകുന്നത് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും. ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന ആവേശം നൽകുന്ന കിടിലൻ അപ്ഡേറ്റുകളുമായി എമ്പുരാൻ എത്തുകയാണ്. ഇനി വെറും ദിവസങ്ങൾ മാത്രം ഇരുട്ടിന്റെ രാജാവിന്റെ ഒരേ ഒരു രാജാവിന്റെ ആ മഹാവരവിനായി കാത്തിരിക്കാം. ഒരേ ഒരു രാജാവ്. എമ്പുരാന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.